ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇன்று ഞാൻ പറയാനിരിക്കുന്നത് വാക്യം സങ്കീർത്തനം 32 8 വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കർത്താവിൻ്റെ ആലോചന നാം കേൾക്കേണ്ടതാവുന്നു. ആലോചന പലയിടത്തുമുണ്ട്. ആലോചനയ്ക്കാൻ നമ്മൾ അനേക കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല ആൾക്കാരെയും നമ്മൾ കൺസൾട്ട് ചെയ്യും. നമ്മളൊരു എക്സാം കഴിയുമ്പോൾ, +2 കഴിയുമ്പോൾ നമുക്കറിയത്തില്ല ഏത് കോഴ്സ് എടുക്കണം. അന്നേരം നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർക്കും നമ്മൾക്ക് ഏത് സീറ്റ് കിട്ടും, എങ്ങനെ എടുക്കാം, ഒന്നും അറിയത്തില്ല. അപ്പോൾ ആ വാക്യമാണ് ദൈവം കൊടുക്കുന്ന വാക്യം. ആ സ്റ്റുഡൻസിന് കൊടുക്കുന്ന വാക്യം. എൻ്റെ ജീവിതത്തിലും എനിക്കൊന്നും അറിയത്തില്ല, ഏത് കോഴ്സ് എടുക്കണം ഒന്നും അറിയത്തില്ല. അന്നേരം കർത്താവ് എനിക്ക് തന്ന വാക്യമാണ് ഈ വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടതെന്ന് വഴി എന്നെ കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരും. എനിക്ക് ആലോചനയ്ക്കായി കർത്താവ് തന്ന വാക്യമാണ്. അന്നേരം ഞാൻ നഴ്സിംഗ് എടുത്തോണ്ട് കഷ്ടതയൊന്നുമില്ല. ഞാൻ പഠിച്ചു. സന്തോഷത്തോടെ ഞാൻ കടന്നുപോയി. 3 വർഷം പഠിച്ചു. പിന്നെ പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ സുശേഷവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നടത്തുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മനസ്സും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇത് സങ്കീർത്തനം 32:1. ലംഘനം ക്ഷമിച്ചും പാപം മനസ്സും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആകவே നമ്മൾ ഇന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ആലോചന ആര് തരും? നമ്മൾ അനേകരടുത്ത് നമ്മൾ പോകാറുണ്ട്. ബൈബിളാണ് അതിനകത്ത് ആൻസർ. ബൈബിളിനകത്ത് എല്ലാ ആൻസറുമുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ദൈവം ആലോചന തരുന്നു. ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കരുതെന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ നാം നടക്കേണ്ടതാവുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരച്ഛൻ തന്ന വാക്യമായത്. ഒരച്ഛൻ കൗൺസിലിങ്ങിന് അച്ഛനെടുത്താൽ പോയി. അത് അച്ഛൻ തന്ന വാക്യമായത്. ഞാൻ ഇന്നും മറക്കത്തില്ല. എത്ര നല്ല വാക്യമെന്ന് ഓർത്ത് ഞാൻ സന്തോഷമായിരിക്കും. പേരൻസ് എല്ലാവർക്കും അറിയാം വാക്യം അച്ഛൻ തന്നു. അത് കാരണമെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ കൗൺസിലിങ്ങിനൊക്കെ ഞാൻ പോകാറുണ്ട്. അതൊക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നത്, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നതിനെ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. അതേ പരമാർത്ഥം എല്ലാവരും ഈ ഘോഷിച്ചുല്ലസിപ്പീൻ. നമ്മൾ ബുദ്ധിയില്ലാത്ത കോവർ കഴുതി ആകരുത്. നമ്മളങ്ങനെ കഴുതിയാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും. ദൈവം ആലോചന തരും. അത് പ്രകാരം നമ്മൾ ജീവിക്കേണ്ടതാകുന്നു. ആമീൻ, 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 ആമീൻ.